ആയിരക്കണക്കിന് ആളുകൾക്കും ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആൾ നിൽക്കുന്ന ആളുകൾക്കും അവരുടെ കണ്ണു നോക്കിയാൽ അറിയാം അവർക്കെല്ലാവർക്കും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന ഒരു കഥയുണ്ടായിരുന്നു എന്നുള്ളത്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വിലാപയാത്ര വരുമ്പോൾ കേവലം അതൊരു ഭൗതിക ശരീരത്തിന്റെ വിലാപയാത്ര ആയിട്ടല്ല കാറിലിരിക്കുന്ന വാഹനത്തിലിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം തോന്നിയത്. കാണുന്ന ഓരോ കണ്ണീരുകൊണ്ട് ദുഃഖങ്ങൾ കൊണ്ട് വിങ്ങിപ്പൊട്ടുന്നവരായി മാറി അവരുടെ എല്ലാം മനസ്സിനകത്തുള്ളത് എന്നെ ഈ മനുഷ്യൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു അന്ന് കേരളം ശ്രദ്ധിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് സംശയമില്ല. ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് നാല് തവണയാണ് അദ്ദേഹം നടത്തിയത്. 12.5 ലക്ഷം ജനങ്ങളെയാണ് അദ്ദേഹം നേരിട്ട് കണ്ടത്. 12.5 lakhs 12.5 ലക്ഷം ജനങ്ങളെ നേരിട്ട് കണ്ട് അങ്ങനെയാണ് അദ്ദേഹം ആഗോളതലത്തിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയേറെ ജനങ്ങൾ നേരിട്ട് കാണുന്ന സ്വഭാവം നമുക്കറിയാം. ഞാനിപ്പോൾ ഓർക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ഫ്രണ്ട് പേജിലെ വാർത്ത, മുഖ്യമന്ത്രിയുടെ ഓഫീസ് CCTV ക്യാമറ വെച്ച് ട്രാൻസ്പെറൻസിയുടെ ഏറ്റവും വലിയ ലക്ഷണമാക്കിയതിനെ മാറ്റിയതിനെ ന്യൂയോർക്ക് ടൈംസ് അന്ന് ഫ്രണ്ട് പേജിൽ എഴുതിയൊരു സ്റ്റോറി ഇപ്പോഴും നമ്മുടെ മനസ്സിലാക്കുന്നു. അപ്പൊ ഇതെല്ലാം തെളിയിക്കുന്നത് ഒരു ജനപ്രതിനിധി, ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് കാണിച്ചിട്ടില്ല ഏറ്റവും ശക്തമായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മരണത്തോടൊപ്പം അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് ആരോപണങ്ങളുടെ പുകമറയിൽപ്പെടുത്തി അദ്ദേഹത്തെ മോശമാക്കാൻ ശ്രമിച്ച കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ഒരിക്കലും ഓർമ്മിക്കാൻ മനസ്സുകൊണ്ട് നമുക്ക് സമ്മതിക്കാത്ത ആ വിഷമകരമായ കാര്യങ്ങൾ, അതെല്ലാത്തിനെയും അതിജീവിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷെ ഇന്നും ഉമ്മൻചാണ്ടി ഏറ്റവും ഉയരത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനെപ്പോഴും ഇത് ഐക്യജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. 100 സീറ്റോളം നൽകി, മഹാഭൂരിപക്ഷം നൽകി അംഗീകരിക്കും. ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ സെക്രട്ടേറിയറ്റ് തുറന്നു കൊടുത്തത്. ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആഴ്ചതോറുമുള്ള മാധ്യമ സമ്മേളനങ്ങൾ, ഇത് രണ്ടും നിർഭാഗ്യവശാൽ കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റ് നിർത്തലാക്കി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ വീണ്ടും ആദ്യം സെക്രട്ടേറിയറ്റ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതോടൊപ്പം മാധ്യമ സമ്മേളനവും ആരംഭിച്ചു. അത് ജനങ്ങളിലേക്കുള്ള ട്രാൻസ്പെറൻസിയുടെ UDFന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഏറ്റവും വളരെയേറെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, UDFന്റെ ഉജ്ജ്വലമായ മുന്നേറ്റമാണ്. ഈ മുന്നേറ്റത്തിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് പുതുപ്പള്ളിക്കാരോട് ഞാൻ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചതാണ് ചാണ്ടി ഉമ്മനുകൾ. അപ്പം പല കാരണങ്ങളുണ്ടായിരുന്നു ജയിക്കാൻ. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളെല്ലാവരും സമ്മതിക്കും, നമ്മളെല്ലാം വിശ്വസിക്കുന്നില്ല, ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ കേരളത്തിന് കാഴ്ചവെച്ച, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സമ്മാനിച്ച, അദ്ദേഹത്തിന്റെ കാലത്തെ ഭരണരംഗത്ത് അദ്ദേഹം കാണിച്ച പ്രവർത്തന ശൈലിക്കുള്ള ഒരു അംഗീകാരം കൂടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു, കണ്ണൂരിൽ അദ്ദേഹം എത്തി. പ്രതിഷേധമുണ്ടാവും മുഖ്യമന്ത്രിക്കെതിരെ. അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, അദ്ദേഹം തലക്ക് പരിക്കേറ്റു. കേരളം സ്തംഭിച്ച ദിവസമായിരുന്നു. എല്ലാവരും മുഖ്യമന്ത്രി പ്രതികാരദാഹിയായിട്ട് അവരെ വീശുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ മുഖ്യമന്ത്രി, അത് ഹേമേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തിരുവഞ്ചൂർ എന്ന ആഭ്യന്തരമന്ത്രിയാണെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇതിനെതിരെ യാതൊരു നടപടിയും, അവർക്കെതിരെ നടപടി സ്വീകരിക്കരുത്, അവരെ ടച്ച് ചെയ്യരുത്. അവരെ പ്രതിഷേധം രേഖപ്പെടുത്തി, എനിക്ക് പരിക്ക് പറ്റി, അതൊന്നും കുഴപ്പമില്ല. എന്തൊരു മാഗ്നാനിമിറ്റി ഉള്ള നിലപാടായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് കേരളത്തിലെ കോൺഗ്രസിന് വോട്ട് കിട്ടുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചതെന്ന് പറയാൻ കാരണം, കേരളം കണ്ടു പിന്നീട് ഒരു മുഖ്യമന്ത്രിയെ, 2 പേർ പാവപ്പെട്ട ചെറുപ്പക്കാർ ഒന്ന് കരിങ്കൊടി വീശിയപ്പോൾ അവിടെ സ്വന്തം ഗൺമാൻ അടിച്ചപ്പോൾ ആ ഗൺമാൻ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളം കണ്ടു. ഞാൻ അതിൻ്റെ വരുംഭായകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ 2 ശൈലികളുടെ വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയും. തനിക്ക് പരിക്കേറ്റാലും
എറിഞ്ഞവരെ പ്രതികാര ബുദ്ധിയോടെ കാണരുത്, തന്നെ എതിർക്കുന്നവരായാൽ പോലും പ്രതികാര ബുദ്ധിയോടെ കാണരുത് എന്ന് പറയുന്ന സമീപനവും സ്വാഭാവികമായ പ്രതിഷേധങ്ങളെ പോലും തല്ലി കൊന്നു തീർക്കാൻ ശ്രമിച്ചാൽ അതിനെ ന്യായീകരിക്കുന്ന സമീപനം, ഈ രണ്ടും കൂടിയിട്ട് കേരളം വെച്ചു നോക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് താരതമ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് UDFന്റെ വിജയങ്ങളിൽ ഒന്നായി ഉമ്മൻചാണ്ടി ഇമ്പാക്റ്റും എഫക്റ്റും വന്നു എന്ന് ഞാൻ പറയാൻ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇത് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഉമ്മൻചാണ്ടി കേരളത്തിലെ കേവലം ഒരു നേതാവ് മാത്രമായിരുന്നില്ല, കോൺഗ്രസിന് ഒരു നേതാവ് മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ എല്ലാമായിരുന്നു, വഴികാട്ടിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രവർത്തകരെ BJP കൾച്ചർ ഇന്നിപ്പോൾ എല്ലാ MLA പിന്നീട് ഇടതുപക്ഷ സുഹൃത്തുക്കളും എല്ലാം അത് പ്രാവർത്തികമാക്കി. എല്ലാ പ്രവർത്തകർക്കും ജനങ്ങൾക്കും അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരം കൊടുക്കുന്നൊരു കാലം, ജനസേവകർ അവർക്ക് നൽകുന്ന കാലത്തേക്ക് അത് കൊണ്ടുപോവുക ചെയ്തു എന്നുള്ള സംശയമില്ല. ഉമ്മൻചാണ്ടി നമ്മളിൽ മരിച്ചു പോയില്ല, ഒരിക്കലും നമ്മളിന്ന് വിട്ടുപോയില്ല. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ്, നമ്മളങ്ങനെ പറയാറുണ്ട് മഹാന്മാരെ കുറിച്ച്. ഒരു സംശയം വേണ്ട, ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്തനാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടിയും തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിനുള്ള ജനവിശ്വാസം എന്ന് നമുക്ക് ഉറപ്പിച്ചു. അത് മാത്രം പോരാ, അദ്ദേഹത്തെക്കുറിച്ച് നിരന്തരമായി ഓർമ്മിക്കാൻ നമുക്ക് സ്മാരകങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര അദ്ദേഹത്തിന് പേരുണ്ടാക്കി. വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിൻ്റെ, മുഖ്യമന്ത്രിയുടെ, ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വാഗ്ദാനമായിരുന്നു, സമ്മാനമായിരുന്നു. ഈ ഉമ്മൻചാണ്ടിയുടെ UDFന്റെ ഗവൺമെൻറ് വന്ന ആദ്യത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ എനിക്ക് നമ്മുടെ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, വിഴിഞ്ഞം പോർട്ടിനൊരു പേര് നൽകുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു പേരല്ല, അത് ഉമ്മൻചാണ്ടിയുടെ പേരാണ്. കേരള സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വികസനത്തിൻ്റെ ഒരു വലിയ ശബ്ദം കൊടുത്ത വലിയ മെസ്സേജിങ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഉമ്മൻചാണ്ടിക്ക് നമുക്ക് പാർട്ടിക്കും ഗവൺമെൻറ്റിനും കുറച്ച് സ്മാരകങ്ങൾ ഉണ്ടാക്കാൻ, അത് കേവലം മന്ദിരങ്ങളും പുസ്തകങ്ങളും മാത്രമല്ല, പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു തലമുറയെ മുഴുവൻ, അതുപോലെ അവരുടെ ഗവേഷണത്തിൻ്റെ കാലത്തേക്കും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാലത്തിനും സഹായിക്കത്തക്കവണ്ണമുള്ള നല്ല സ്മാരകങ്ങൾ ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കണം. അതുപോലെ പാർട്ടിയും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നടപടി ചെയ്യണം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ചെയ്യുമെന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഈ സ്മരണ പുതുക്കുന്നതിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. തിരുവഞ്ചൂർ സൂചിപ്പിച്ച പോലെ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി പുതുപ്പള്ളിയിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷമല്ല ഇപ്രാവശ്യം, 53,000 വോട്ടുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് ചാണ്ടി ഉമ്മൻ്റേതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നു എന്ന് പറഞ്ഞു, നഗ്നപാതമായി നടക്കുന്ന ചാണ്ടി ആദ്യമല്ല, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ, ചെരുപ്പില്ലാതെ ചാണ്ടി. രാഹുൽ ഗാന്ധി എന്നെ വിളിച്ച് പറഞ്ഞു, ഇവരോടൊന്ന് ചെരുപ്പിടാൻ പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ തണുപ്പത്ത് ബുദ്ധിമുട്ടാവും. ചാണ്ടി കേട്ടിട്ടില്ല, വഴങ്ങിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. പോസ്റ്റർ ഇല്ലാതെ, പ്രചരണമില്ലാതെ. എല്ലാവരും പറഞ്ഞു ഉൾക്കണ്ടേ, ഇതിങ്ങനെ ആൾ മനസ്സിലായി. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആരോപണം വരുമ്പോൾ പോസ്റ്റർ ഇല്ലാതെ എങ്ങനെ മത്സരിക്കും? പക്ഷെ പോസ്റ്റർ ഇല്ലാതെ 53,000 പേരുടെ ഭൂരിപക്ഷം ചാണ്ടിക്ക് ഇവിടെ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച രീതികൾ, ഉമ്മൻചാണ്ടിയുടെ ആത്മാർത്ഥത, ഒരു വിഷയം ഏറ്റെടുത്താൽ നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യം, അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പിൻഗാമി ഇവിടെ ഉണ്ട് എന്ന്, ഇത് പിൻഗാമി കേരളത്തിലുണ്ട് ഉമ്മൻചാണ്ടിക്ക് എന്ന് ചാണ്ടി ഉമ്മൻ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് ചാണ്ടിക്കും കുടുംബത്തിനും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഉമ്മൻചാണ്ടിയുടെ സ്മരണ ഒരിക്കലും നമ്മുടെ സേവന പ്രവർത്തനങ്ങളിൽ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ശക്തിയായി, കരുത്തായിട്ട് എല്ലാ കാലത്തും ഉണ്ടാകണം എന്നുള്ള മാത്രം അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ ഞാൻ അറിയാം, അവിടെ ഉമ്മൻചാണ്ടിയുടെ അവിടെ മുമ്പിൽ മെഴുകുതിരികളുണ്ട്. ഏത് മഴയത്തും ഏത് വെയിലത്തും അണയാത്ത മെഴുകുതിരി. ആയിരക്കണക്കിന് 10,000 കണക്കിന് ആളുകൾ ഈ കൈത്തിരി നാളത്തിൽ ശബ്ദിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ്
ഈ കൈത്തിരി ഒരു പ്രകാശമായി കാണുന്നു. എല്ലാ കാലത്തും കോൺഗ്രസ് പ്രവർത്തകർക്ക് വഴികാട്ടിയായി ഈ കൈത്തിരി പുതുപ്പള്ളിയിൽ കത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം മാത്രം അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. KC വേണുഗോപാൽ സംസാരിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. വിവിധയിടങ്ങളിലായിട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടികൾ നടക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ചാണ്ടി ഉമ്മനും മറ്റും ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുണ്ട്. നമുക്ക് കാണാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്ന ഉമ്മൻചാണ്ടി അന്തരിച്ചിട്ട് 3ാം അനുസ്മരണ ദിനമാണ് ഇന്ന്. നേരത്തെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അവിടെ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ആദരവുകൾ അർപ്പിച്ചതിന് ശേഷമാണ് ഈ അനുസ്മരണ പരിപാടി ആരംഭിച്ചത്. മറ്റ് എല്ലായിടങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നുണ്ട്. അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്.